സംസ്ഥാന സർക്കാർ 3ാം വാർഷികം ആഘോഷിക്കുകയാണ്. പല നിലക്കുള്ള വിവാദങ്ങളും ആരോപണങ്ങളുമൊക്കെ ഉയർന്ന ഒരു കാലത്താണ് 3ാം വർഷത്തിലേക്ക് പിണറായി സർക്കാർ കടക്കുന്നതിനപ്പുറത്തേക്ക് അതിനിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും. അപ്പോൾ ആദ്യ പിണറായി സർക്കാരും ഇതേപോലെ പലതരത്തിലുള്ള വിവാദങ്ങളിലൂടെയാണ് വന്നത്. പക്ഷേ ആ വിവാദങ്ങളെയൊക്കെ അഴിമതി, പലതരത്തിലുള്ള അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെയൊക്കെ മറികടന്ന് ചരിത്രപ്രധാനമായ ഒരു ഭരണ തുടർച്ചയിലേക്ക് പിണറായി സർക്കാർ വരുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അതുപോലെ ആയിരുന്നില്ല 2ാം പിണറായി സർക്കാർ. നേരിട്ട പലതരത്തിലുള്ള ആരോപണങ്ങൾ, അത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കും മകൾക്കുമെതിരെ നേരിട്ടുള്ള ആരോപണങ്ങളിലേക്ക്, മാസപ്പടി ആരോപണ വിവാദങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നികുതി വർധനമാവട്ടെ, ഇപ്പോൾ ഈ വന്യജീവി ആക്രമണങ്ങളാവട്ടെ, അത്തരത്തിൽ പല വിഷയങ്ങളിലൂടെ പല നിലക്കുള്ള ക്ഷീണം, തലവേദന സർക്കാർ ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിൽ 3ാം വാർഷികത്തിലേക്ക് കടക്കുന്ന പിണറായി സർക്കാരിന് എത്ര മാർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ അവസാനമായി ചർച്ച ചെയ്യുന്നത്. നിഷാദ്, ആദ്യ പിണറായി സർക്കാർ ഈ പറഞ്ഞ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത ഒരു ചിത്രം നമുക്കുണ്ട്. അങ്ങനെ വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു സർക്കാരിനെ നമ്മൾ 2ാം പിണറായി സർക്കാരിൽ കാണുന്നുണ്ടോ? സൈഫു, ഒരു സർക്കാരിന് വലിയ പ്രതിച്ഛായയോടെ, വലിയ ജനസ്വീകാര്യതയോടെ 5 വർഷം പോയ ഒരു സർക്കാർ രണ്ടാമത് ആവർത്തിക്കപ്പെട്ടാൽ അതിന് ആ നിലയ്ക്കുള്ള സ്വീകാര്യത നിലനിർത്തുക, പോപ്പുലാരിറ്റി നിലനിർത്തുക എന്നത് ഭയങ്കര റിസ്ക്കുള്ള സംഗതിയാണ്. കാരണം ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം, അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെയാണ് സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടത്തിൽ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതേ ടെമ്പോ നിലനിർത്തുന്ന, അതേ പോപ്പുലാരിറ്റി നിലനിർത്തുന്ന ഒരു സർക്കാരിനെ ജനങ്ങൾ ആഗ്രഹിക്കും. ജനങ്ങൾ ആ ആഗ്രഹത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അത് കീപ്പ് ചെയ്യാൻ ഈ സർക്കാരിന് പ്രയാസം ഉണ്ടാകും. അത് സാധാരണ നിലയ്ക്ക് നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഇരിക്കെയാണ് പിണറായി വിജയൻ സർക്കാർ പുതിയ ചില റിസ്കി സ്റ്റെപ്പ് എടുത്തുകൊണ്ട് രണ്ടാമത് അധികാരത്തിൽ വരുന്നത്. എന്ന് വെച്ചാൽ അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അല്ലാതെ മറ്റാരും മന്ത്രിമാരായി തുടരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ സ്വഭാവത്തിലുള്ള ആളുകളെല്ലാം മാറ്റി നിർത്തുകയും എൻറ്റയർലി പുതിയ ആളുകളെ CPM-ൻ്റെ മന്ത്രിമാരായി എടുത്തു വെച്ചുകൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് വരുന്നത്. അതിലെത്ര പേർക്ക് ആളുകൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. ഇപ്പോൾ നമ്മൾ വലിയ ധനകാര്യ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ സാധാരണ നിലയ്ക്ക് കേരളം കടമെടുക്കുകയും തിരിച്ചു കൊടുക്കുകയും കടമെടുക്കുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്ത് മുന്നോട്ട് ചലിക്കുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. അപ്പോൾ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചാൽ കേന്ദ്ര സർക്കാർ നമ്മളോടൊരു ചിറ്റമ്മ നയം എടുത്താൽ നമ്മൾ കുടുങ്ങിപ്പോകുന്ന സംസ്ഥാനമാണ്. അപ്പോൾ അത്തരം സാമ്പത്തിക പ്രതിസന്ധിയെ, ഗുരുതരമായ പ്രതിസന്ധിയെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നത് ഭരണപരമായൊരു മികവാണ്. അതിനെ ടാക്കിൾ ചെയ്യുക എന്ന് പറയില്ലേ, കൈകാര്യം ചെയ്തു പോവുക, പ്രശ്നങ്ങളെ ഏതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുക, എവിടെയൊക്കെ ഡീൽ ചെയ്യുക, എങ്ങനെ ജനങ്ങളോട് ശരിയാവണ്ണം അത് വിശദീകരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പോലുള്ള പ്രധാന സംഗതിയാണ്. ഇപ്പോൾ നമ്മളെടുത്താലിപ്പോൾ KN ബാലഗോപാൽ ഇപ്പോൾ ധനമന്ത്രിയാണ്. തോമസ് ഐസക് ആയിരുന്നു KN ബാലഗോപാലിൻ്റെ സ്ഥലത്തെങ്കിലും ഒന്നാലോചിച്ച് നോക്കൂ. ഐസക് കുറച്ചുകൂടി ഭംഗിയായി ഈ സാമ്പത്തിക പ്രതിസന്ധിയെ വിശദീകരിക്കുകയും കുറച്ചുകൂടി ഒരുപക്ഷെ തന്ത്രപരമായി അതിനെ ടാക്കിൾ ചെയ്യുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. KN ബാലഗോപാൽ മോശക്കാരനാണെന്നല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ വന്ന പാടെ ചാടിക്കയറി ഇതെല്ലാം കൂടെ ഭംഗിയായി ചെയ്യാൻ കഴിയുമായിരിക്കില്ല. പക്ഷേ ഐസക് ആയിരുന്നുവെങ്കിൽ ഐസക്കിന് കുറച്ചുകൂടി ഭംഗിയായി വിശദീകരിക്കാൻ കഴിയുമായിരുന്ന നിലയുണ്ടായിരുന്നു. ഐസക് ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഈ സർക്കാർ അനുഭവിക്കുന്നുണ്ട് എന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ പുതുതായി മന്ത്രിസ്ഥാനം ഏറ്റ പല ആളുകളുടെ കാര്യത്തിലും ഈ പ്രതിസന്ധി സത്യത്തിൽ അനുഭവിക്കുന്നുണ്ടാകാനുള്ള സാധ്യത ഒന്നാണ്. 2, ഏതൊരു സർക്കാരിനെയും ജനങ്ങൾക്കിടയിൽ നിലനിർത്തി പോരുന്ന ആ സർക്കാരിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ സാധാരണക്കാരിലേക്ക് പണം എത്തിക്കുന്നത് ക്ഷേമ പരിപാടികൾ എങ്ങനെ അതിൻ്റെ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യലൊക്കെയാണ്. ക്ഷേമ പരിപാടികൾ എന്ന് വെച്ചാൽ ആളുകൾക്ക് രാജ്യത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. അതിന് നമ്മുടെ പൈസ വേണം. കേന്ദ്ര സർക്കാർ എടുക്കുന്ന കേന്ദ്ര സർക്കാരും ഒപ്പം ധനകാര്യ കമ്മീഷനും എടുക്കുന്ന ഈ പരിധി നിശ്ചയിക്കൽ മൂലം കേരളത്തിൻ്റെ കയ്യിൽ പൈസയില്ല. ഇപ്പോൾ അടുത്ത 2 മാസത്തേക്ക് സാലറിയിൽ പോലും ക്രൈസിസ് വരാൻ പോകുന്നതാണ് നമ്മൾ പുതിയ കാണുന്ന വിവരങ്ങൾ. അപ്പോൾ സാമ്പത്തികമായി കയ്യിൽ പണമില്ലാതെ വരുമ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യർക്ക് കൊടുക്കേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ റദ്ദാവും, കട്ടാവും, അതിനൊരു ബ്ലോക്ക് വരും. ആ ബ്ലോക്ക് സ്വാഭാവികമായും ആളുകൾക്കിടയിൽ സർക്കാരിനെ പോപ്പുലറാക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാന സംഗതി ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ പോലുള്ള സംഗതികൾ കിട്ടാതെ വരുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് അഗ്രസീവായി നോക്കുമ്പോൾ അവിടെ അങ്ങോട്ട് കാറിൽ പോകുന്നതും ഇങ്ങോട്ട് ലൈറ്റ് കത്തിക്കുന്നതും എല്ലാം ആളുകൾക്ക് ദൂരത്തായി തോന്നും. അവിടെ പിണറായി വിജയൻ ലൈറ്റ് കത്തിക്കാൻ പൈസയുണ്ട്, ഇവിടെ കാറിൽ പോകാൻ, കോപ്റ്ററിൽ പോകാൻ പൈസയുണ്ട്, ഞങ്ങളുടെ തരാനില്ല എന്നുള്ളത്. ഞങ്ങളുടെ എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ വേണം ഒരു വർഷം ഒരു മാസം ഈ പെൻഷൻ കൊടുക്കാൻ.
അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ അൺപോപ്പുലർ ആക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ഉണ്ട് എന്നതാണ്. മൂന്നാമത്തെ കാര്യം, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആദ്യത്തെ ടൈമിൽ അദ്ദേഹം വരുന്നു, കോവിഡ്, പ്രളയം പോലെയുള്ള നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രം, മറ്റ് സില്ലി തിങ്സ് എല്ലാം മാറ്റിവെച്ച് നമുക്ക് ഒരുമിച്ച് നിന്നാൽ മാത്രം അതിജീവിക്കേണ്ട 2 പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിച്ചു. ആ ഘട്ടത്തിൽ പിണറായി വിജയൻ മുന്നിൽ നിൽക്കുകയും ഒരു രക്ഷാകർതൃ ബിംബുവായിട്ട് അദ്ദേഹം ആക്ട് ചെയ്യുകയും അങ്ങനെ അദ്ദേഹത്തെ സമൂഹ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പ്രചാരക സംഘത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. അത് വലിയ പോപ്പുലാരിറ്റി അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു. 6 മണി വാർത്താ സമ്മേളനം എന്ന് പറയുന്ന വിഖ്യാതമായ വാർത്താ സമ്മേളനം, അതിലുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ അത് ഭയങ്കരമായിരുന്നു. ആ പിണറായി വിജയന് 2ാം സർക്കാരിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം ആ നിലയ്ക്ക് ആളുകൾക്കിടയിൽ സ്വീകാര്യത നിലനിർത്താൻ കഴിഞ്ഞു. വളരെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരോട് ആ തരത്തിലുള്ള ജനാധിപത്യ ബോധത്താൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തുമാത്രം കഴിഞ്ഞു എന്ന ചോദ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് തന്നെ എടുക്കുക. ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ 7 വർഷക്കാലത്തിൻ്റെക്ക് ആ ആഭ്യന്തര വകുപ്പിനകത്ത് ഒരു ഭരണനായകൻ എന്ന നിലയ്ക്ക് ഇടപെടാനോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ നയം അതിനകത്ത് കൊണ്ടുവരാനോ ഈ സർക്കാരിൻ്റെയും മുന്നണിയുടെയും നയത്തിന് വിരുദ്ധമായി വല്ലതും ചെയ്താൽ ബുദ്ധിമുട്ടാകുമെന്ന സന്ദേശം ഉദ്യോഗസ്ഥർ കൊടുക്കുന്നതിലും അദ്ദേഹം സമ്പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇപ്പം നമ്മുടെ ഓഫീസിൽ ഞാൻ സംസാരിച്ചിട്ട് വരും, നമ്മുടെ ഓഫീസ് നമ്മുടെ അടുത്ത സുഹൃത്തായ ഒരാൾ, അദ്ദേഹത്തിന് അനിയനെ ഒരു ട്രാഫിക് ഒഫൻസ് കേസിൽ പോലീസ് പിടിച്ചു. കുറേ വകുപ്പുകളിട്ടു, ഗുരുതര വകുപ്പുകളിട്ടു. ആ SIക്ക് ചില പ്രത്യേക കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. CPMൻ്റെ ലോക്കൽ സെക്രട്ടറി അങ്ങോട്ട് പോവാണ്. ലോക്കൽ സെക്രട്ടറിയോട് CI പറയാണ്, താൻ തൻ്റെ പാർട്ടിക്കാരും പാർട്ടി ഓഫീസിൽ നോക്കിയാൽ മതി എന്ന്. CPMൻ്റെ ലോക്കൽ സെക്രട്ടറിക്ക് ഒരു ട്രാഫിക് ഒഫൻസ് കേസിൽ ഓഫീസിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അതിനകത്തൊരു ഇളവ് ചെയ്ത് കൊടുക്കണം. ഇത് നിയമത്തിൻ്റെയും ധാർമ്മികതയും കണ്ണല്ല ഞാൻ പറയുന്നത്. പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിക്കാർക്ക് എന്തുമാത്രം റോളുണ്ട്, പാർട്ടിയുടെ എന്തുമാത്രം മോണിറ്ററിങ് അതിനകത്തുണ്ട്. അപ്പോൾ ഈ CIയെ സംബന്ധിച്ച് അയാൾക്ക് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം വെച്ചിട്ടാണ് അയാൾ പണിയെടുക്കുന്നത്. അയാളുടെ കണക്ഷൻ SP ആയിട്ടാണ്, SPയുടെ കണക്ഷൻ CM ഓഫീസുമായിട്ടാണ്, ഏത് ഹോം മിനിസ്ട്രിയുമായിട്ടാണ്. അവർക്കെല്ലാം ഒരേ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നതാണ്, UDFൻ്റെ അല്ല. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ കഴിയുന്നു എന്ന് വെച്ചാൽ എന്നെ CM പോലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന കോൺഫിഡൻസ് പോലീസുകാർക്ക് പോലും ഉണ്ട്. ഞങ്ങൾക്ക് തോന്നുന്ന പോലെയാണ് ഞങ്ങൾ പെരുമാറുക. ഈ ഹെയ്റ്റിനെതിരെ, ഹെയ്റ്റ് വയലൻസിനെതിരെ ഒരു നിലയ്ക്കുള്ള നടപടി എടുക്കാനോ പോകാനോ സർക്കാരിന് CPMൻ്റെ പോലും എന്താ പറയുന്നത് അടിവേരിളക്കി കളയുന്ന കാലിന് ചോട്ടിലെ മണ്ണിളക്കി കളയുന്ന പണി ഇവിടെ നടത്തുന്നവർക്കെതിരെ പോലും ചലിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. എന്ന് വെച്ചാൽ ആ നിലയ്ക്ക് പിണറായി വിജയൻ എന്താണോ സമൂഹത്തിന് കൊടുത്ത പ്രതിജ്ഞ, വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരെ, സംഘപരിവാരത്തിൻ്റെ കടന്നുകയറ്റത്തിനെതിരെ, പോലീസിൻ്റെ അട്രോസിറ്റിക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ജനത്തിന് കൊടുത്ത വാഗ്ദാനം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്ന പ്രശ്നമുണ്ട്. സാമ്പത്തിക പ്രശ്നം ഒന്നാമത്തേതാണ്. ആ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ, ആ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ ആളുകൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കേരളം ഒട്ടായുള്ള യാത്ര നടത്തുക, ആ യാത്രയുടെ ഭാഗമായിട്ട് ആളുകളുടെ ജനാധിപത്യപരമായ പ്രതിഷേധം ഉണ്ടാകും, ആ പ്രതിഷേധക്കാരെ കൂട്ടിയിട്ട് ഇടിക്കുക, ഇടിച്ചതിനെ ഞാൻ വരുന്നു, എന്നെ തടയാൻ വന്നവരെ ഇടിക്കും, ഇടിച്ച് പരിപ്പിളക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഇനിയും അത് മാതൃകാപരം, ഇനിയും ഇടിക്കും. ആൾക്കാർക്ക് ഒരു ജനാധിപത്യ ബോധം ഉണ്ടല്ലോ. അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് മുഖ്യമന്ത്രിയായ ഒരാൾ ഇനിയും ഇടിക്കുമെന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു ഫീൽ എന്തായിരിക്കും, ഉണ്ടാക്കുന്ന ഇൻസൾട്ട് എന്തായിരിക്കും. ജനങ്ങളാണ് പരമാധികാരി എന്നൊരു സിസ്റ്റത്തിനകത്ത് ഒരു രാജാവിനെ പോലെ ഒരാൾ വരികയും ഇനിയും ഇടിക്കും, അത് മാതൃകാപരമാണ് എന്ന നിലയ്ക്ക് വർത്താനം പറയുക, എപ്പോഴെങ്കിലും അതിലെ പിഴവ് സമ്മതിക്കാതിരിക്കുക. ഓൾറെഡി അൺപോപ്പുലറായി, സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണവും പല കാരണങ്ങളാൽ അൺപോപ്പുലറായ ഒരാൾ എങ്ങനെയാണ് ജനങ്ങളോട് സംസാരിക്കേണ്ടത് എന്ന കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. സ്വന്തം വകുപ്പ് ഭരിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. ഒരു പ്രതിസന്ധിയുടെ കാലത്ത് കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭയെ എങ്ങനെ രൂപീകരിക്കണം എന്ന കാര്യത്തിൽ ആദ്യത്തെ ആലോചനയിൽ CPMന് ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരമായ വിവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട എത്രയധികം സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു. അതിനെ ഞങ്ങളുടെ കയ്യിലാണ് ഇത് എന്ന് സ്ഥാപിക്കാൻ സർക്കാരിന് പറ്റിയിട്ടില്ല. ഹർഷനയുടെ കേസെടുത്ത് നോക്ക്, അല്ലേ? നമ്മളിപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ കണ്ട സംഭവം, ഞങ്ങളുടെ കയ്യിലാണ് വകുപ്പ്, ഞങ്ങളിത് നന്നാക്കും എന്ന ഒരു ക്ലിയർ മെസ്സേജ് കൊടുക്കുന്ന ഒരു ആക്ഷനും എടുക്കാൻ പറ്റിയിട്ടില്ല. വനംവകുപ്പ് എടുത്തു നോക്ക്. വനംവകുപ്പ് നിരന്തരമായി മലയോര ജില്ലകളിൽ മുഴുവൻ പ്രശ്നമാണ്. പലയിടത്തും വനമന്ത്രി പോകുന്നുമില്ല. വനമന്ത്രിക്ക് വിഷയങ്ങളെക്കുറിച്ച് എന്തുമാത്രം ധാരണയുണ്ട്, അദ്ദേഹം എന്തുമാത്രം ഈ വിഷയത്തിൽ ജനങ്ങളോട് സംസാരിക്കുന്നു, ആ മേഖലകളിൽ പോകുന്നു. അദ്ദേഹം പോട്ടെ, മുഖ്യമന്ത്രി പോകുന്നു. അത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കെ അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ, ജനങ്ങളെ അതിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ സർക്കാരിന് എന്തുമാത്രം വിജയം കഴിയും. ഇന്നിപ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് സർക്കാരിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പിണറായി വിജയന് ആക്സസിബിലിറ്റി കൊടുത്തിരിക്കുന്ന മാർക്കാണ് ഏറ്റവും കുറവ്, 2 something. ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിൻ്റെ ഭരണനായകനെടുത്ത്
ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്സസ് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ഈ ആക്സസ് പ്രശ്നം പാർട്ടിക്ക് പോലും ഉണ്ട്. ഞാൻ പറഞ്ഞ പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് ലോക്കൽ സെക്രട്ടറി CIയുടെ മുമ്പിൽ നിന്ന് ഇളിഭ്യനായി ഇറങ്ങിപ്പോരുന്നത്. അദ്ദേഹത്തിന് DC കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. DC വിളിക്കുമ്പോൾ DC സെക്രട്ടറി വരുന്നത് SP അടുത്ത് പോയി ഇളിഭ്യനായി വന്നിട്ടിരിക്കുകയാണ് ഞാനെന്നാണ്. അപ്പോൾ പാർട്ടിക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രി എടുത്ത ആക്സസ് ഇല്ലാത്തതുകൊണ്ടാണ് പാർട്ടിക്ക് അദ്ദേഹത്തെ തിരുത്താൻ കഴിയാത്തത്. CPMൻ്റെ കഴിഞ്ഞ സമ്മേളനത്തിൽ മുഴുവൻ ഈ പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നു വന്നിട്ടും CM തിരുത്തിയിട്ടില്ല. എന്തെല്ലാം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും CM തിരുത്തിയിട്ടില്ല. എന്തെല്ലാം ഇതാ ഏറ്റവും അവസാനം നരേന്ദ്രമോദിക്കെതിരായിട്ട് ഇലക്ട്രൽ ബോണ്ടിൽ കള്ളത്തരം കാണിച്ചു എന്ന് എഴുതി വെച്ച ആൾക്കെതിരെ ഗുരുതര കേസെടുത്തു. മോദിയുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെ വിമർശനം ഉയർന്നു വന്നു. തിരുത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ തിരുത്താത്തതിൻ്റെ പ്രശ്നം എന്താണ്? CPMന് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇത് കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ അടിവേർ അളകാണെന്ന് CPMന് മനസ്സിലാവുന്നുണ്ട്. CPMന് പോലും CMനടുത്തേക്ക് ആക്സസ് കുറയുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. അതുകൊണ്ട് CPMനെയും CPMനെയും LDFനെയും LDF സർക്കാരിൻ്റെയും രണ്ടാമത്തെ ഭരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അൺപോപ്പുലാരിറ്റി ഉണ്ടെങ്കിൽ, ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടെങ്കിൽ അത് സ്വയം കൃതാനർത്ഥമാണ്. ഒന്നാമത്തേത് ശരിയാണ്, സാമ്പത്തിക പ്രശ്നം ഒന്നായിരിക്കെ തന്നെ വീഴ്ചകളെക്കുറിച്ച് പഠിക്കുക. ആ വീഴ്ച ഏതൊക്കെ വകുപ്പുകളാണ് നമുക്ക് ദുരന്തം ഉണ്ടാക്കുന്നത്, ആ വകുപ്പിൽ നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തണം, തിരുത്തണം എന്ന കാര്യത്തിൽ ഒരു എക്സസൈസും അതിനകത്ത് നടക്കുന്നില്ല. സകലതിനെയും ന്യായീകരിക്കുക. എല്ലാം CPMനെ തകർക്കാനുള്ള, മുഖ്യമന്ത്രിയെ തകർക്കാനുള്ള വേലയാണ് എന്ന മട്ടിൽ ഒരു ഡിഫൻസ് ബിൽഡ് ചെയ്യുക. മുഖ്യമന്ത്രി സൂര്യനാണ്, മുഖ്യമന്ത്രി നക്ഷത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പോലും. അതുകൊണ്ട് ഈ സർക്കാർ, നമ്മളിപ്പോൾ ഈ പറയുന്നില്ല സർക്കാരിന് കുറച്ച് അൺപോപ്പുലാരിറ്റി ഉണ്ടെന്ന്, അതും ഇവർ സമ്മതിക്കാൻ പോകുന്നില്ല. ഒരു അൺപോപ്പുലാരിറ്റി ഇല്ലെന്ന് മാത്രമല്ല, ഈ സർക്കാർ അതിഗംഭീരമാണെന്ന് പറയും. വിമർശനങ്ങളെ അംഗീകരിക്കുകയും സ്വയം വിമർശനം നടത്തുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിസ്ഥാന രീതികളിൽ ഒന്നായിരിക്കെ തന്നെ അതെന്തുമാത്രം ശരിയാവണ്ണം നിർവഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടറിൻ്റെ ഇൻ്റർവ്യൂവിൽ നികേഷ് സാർ ചോദിക്കുന്നുണ്ട്, ആത്മവിമർശനം നടത്തണമെന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്കെന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്തുമാത്രം ഒട്ടും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ വിമർശനം എന്ന് പറഞ്ഞിട്ട്. ബോഡി ലാംഗ്വേജ് പോട്ടെ, ഉപയോഗിച്ച വാക്ക് വേണ്ട, വിമർശനം വേണ്ട. ജനങ്ങളുടെ ഫീഡ്ബാക്ക് എടുക്കാനാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. രാവിലെ പ്രഭാത സദസ്സ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഫീഡ്ബാക്ക് എടുക്കലാണ്. ആൾക്കാർക്കെല്ലാം വന്ന് പല സെക്ടേഴ്സിലുള്ള ആളുകൾക്ക് വന്ന് മുഖ്യമന്ത്രിയോട് പറയാം. മുഖ്യമന്ത്രിയോട് നമ്മൾ സംസാരിക്കും, ചോദിച്ചു എന്തെങ്കിലും മോശം ആൾക്കാർക്ക് വിമർശനം, ഒരു മോശം ഫീഡ്ബാക്കും ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിൽ പോലും ഒരു വിമർശനം ആരും ഉന്നയിച്ചിട്ടുണ്ടാവില്ല. ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സമ്മതിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചുള്ള പോക്കാണെങ്കിൽ അതിന് എന്താണോ അവസാനത്തെ പ്രതിഫലം അത് അവർ വാങ്ങിക്കും. അജംസ, ഈ സാമ്പത്തിക സ്ഥിതിയും ക്രമസമാധാന നിലയ്ക്ക് ഇത്രയധികം തകർന്ന ഒരവസ്ഥ ഒന്നാം പിണറായി സർക്കാരിൽ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ 2 കൊല്ലം കൂടിയുണ്ട്. തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടോ? അല്ല, തിരിച്ചെടുക്കണമെന്ന് സംസ്ഥാന സർക്കാരോ പാർട്ടിയോ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവരുടെ ബിഹേവിയറാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ തിരിച്ചു വരേണ്ടതില്ല. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ മൂലം തോക്കുകയാണെങ്കിൽ തോറ്റോട്ടെ എന്ന് CPM പ്രവർത്തകർ പോലും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ സംശയിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ചൈനയിൽ ഷീ ജിൻപിങ് ഉണ്ടല്ലോ. ഷീ ജിൻപിങ് സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലി എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ് ചിന്തിക്കുന്നത്, പാർട്ടിയാണ് നയം രൂപപ്പെടുത്തുക, പാർട്ടിയാണ് സർക്കാരിനെ നയിക്കുക. അപ്പോൾ ഈ ഷീ ജിൻപിങ് അദ്ദേഹത്തിൻ്റെ പദവി മാറ്റിയല്ലോ. അദ്ദേഹത്തിന് കൂടുതൽ കാലം അധികാരത്തിൽ തുടരാവുന്നതിൽ പാർട്ടിയുടെ ഭരണഘടന മാറ്റി 2017 മുതൽ ഒരു റിഫോർമേഷൻ പ്രക്രിയയിലാണ്. അപ്പോൾ ഈ ബീജിങ്ങിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഷീ ജിൻപിങ്ങിൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചില കോട്ടുകളൊക്കെ ഇങ്ങനെ പ്രത്യക്ഷമാകാൻ തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തെ പറ്റി പറയുമല്ലോ, ഇങ്ങനെ കേരളത്തിൽ ഈ പാർട്ടി നേതാക്കളുടെ ചിത്രം പോസ്റ്റർ അടിക്കാൻ തുടങ്ങിയത് വളരെ വൈകിയാണ്. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് അങ്ങനെ പാർട്ടി നേതാക്കളുടെ ചിത്രം പോലും പോസ്റ്റർ അടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പാർട്ടിയുടെ ചിന്തകൾക്ക് പകരം ഒരു നേതാവിൻ്റെ ചിന്തകൾ ബീജിങ്ങിലെ ഭരണഘടനയുടെ ഭാഗമാക്കി, നയരേഖയുടെ ഭാഗമാക്കി ഈ ചിന്തകൾ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ ആളുകൾക്ക് അത്ഭുതപ്പെടും, അങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ചിന്തകൾ പാർട്ടിയുടെ ചിന്തയായി മാറുക. അങ്ങനെയുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. സേഫിന് ഓർമ്മയുണ്ടോ, ഈ CPMൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുക, അതായത് പാർട്ടി കോൺഗ്രസ് കണ്ണൂരിലാണ് നടന്നത്, സംസ്ഥാന സമ്മേളനം എറണാകുളത്താണ് നടന്നത്. എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ കേരളത്തെക്കുറിച്ചുള്ള, നവകേരളത്തെക്കുറിച്ചുള്ള ഒരു നയരേഖ അവതരിപ്പിച്ചത് പിണറായി വിജയനാണ്. നിഷ അവർക്കുണ്ടാവും. അതായിരുന്നു പാർട്ടിയുടെ പുതിയ നയം. എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ പുതിയ നയം എൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം വന്ന് അവതരിപ്പിക്കുക? അപ്പോൾ അതാരാണ് ഡ്രാഫ്റ്റ് ചെയ്തത്? ഏത് പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്തെടുത്ത നയരേഖയാണ്? അപ്പോൾ ഈ നമ്മളിപ്പോൾ ചൈനയിൽ കാണുന്ന ഷീ ജിൻപിങ്ങിനെ പോലെ കേരളത്തിലെ ഒരു ഷീ ജിൻപിങ്ങായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ മൗലികമായ പ്രശ്നം. അതാണ്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതി, അതിൻ്റെ ലെനിസ്റ്റ് സംഘടനാ ശൈലി അനുസരിച്ചല്ല ഇപ്പോൾ കേരളത്തിലെ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. അതാണ് ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിഷാദ് ഇവിടെ ചൂണ്ടിക്കാട്ടിയ ഏതാണ്ട് 100ഓളം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണല്ലോ യഥാർത്ഥ പ്രശ്നം. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പ്രോഗ്രസ് കാർഡിൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയിട്ടുള്ള 3 പേരാണ്.
അതിലൊന്ന് വീണ വിജയനാണ്, സോറി വീണ ജോർജാണ്, മറ്റൊന്ന് AK ശശീന്ദ്രനാണ്, മറ്റൊരാൾ പിണറായി വിജയനാണ്. അതായത് ഏറ്റവും മോശം റാങ്കിങ്ങിലുള്ള 3 മന്ത്രിമാരാണത്. അത് അവരുടെ പാരാമീറ്റേഴ്സ് പലതും ഉണ്ടാവും, അതിന് പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ AK ശശീന്ദ്രനെ വിളിച്ച് നോക്കിയാൽ AK ശശീന്ദ്രനെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കുന്ന അദ്ദേഹം നേരിടേണ്ടി വരുന്ന വിവാദങ്ങളുടെ എണ്ണവും അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ റെസ്പോൺസുമാണ്. അത് വളരെ മോശമാണ്. കാരണം ഒരു മന്ത്രി എന്ന നിലയിൽ ഈ വൈൽഡ് ലൈഫ് ഹ്യൂമൻ കോൺഫ്ലിക്റ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം മീൻസ് ചിലപ്പോൾ അദ്ദേഹം നടപടികൾ സ്വീകരിക്കുന്നുണ്ടാവാം, കുറേ RRTകളെ അവിടെ നിന്ന് വിടുന്നുണ്ടാവാം, കാട്ടാനെ ഓടിക്കുന്നുണ്ടാവാം. പക്ഷെ ആ വിഷയത്തോട് അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള പ്രതികരണം വളരെ നിരാശാജനകമാണ്. ഞാൻ എന്ത് ചെയ്യാനാ എന്നുള്ളൊരു ബോഡി ലാംഗ്വേജാണ് എപ്പോഴും അദ്ദേഹത്തിന്. ആന വരുന്നതിന് ഞാൻ എന്ത് കാട്ടാനാ എന്നൊരു ബോഡി ലാംഗ്വേജാണ് അദ്ദേഹത്തിനുള്ളത്. പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തര വകുപ്പിനോടുള്ള നിഷാദ് വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള സമീപനമാണ് അദ്ദേഹത്തെ പുറയിലാകുന്നത്. ഇപ്പോൾ വീണ ജോർജ് വളരെ ഒരു മോശം മന്ത്രിയാണെന്നും നമുക്ക് അഭിപ്രായമില്ല, എനിക്ക് അഭിപ്രായമില്ല അങ്ങനെ ഒരു മോശം മന്ത്രിയാണെന്നുള്ളത്. പക്ഷെ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് അവരുടെ മുൻഗാമിയെ അപേക്ഷിച്ച് അവർക്കൊരു ചലഞ്ചിങ് ആണ്, ഒരു നല്ല മന്ത്രിയാവുക എന്നുള്ളൊരു ചലഞ്ചിങ് ആയിരുന്നു. പക്ഷേ അവർ നേരിടേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അവരെങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളതാണ് അവരെ ആ മാർക്കിൽ കുറയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഞാൻ അവരുടെ രീതി, അവരുടെ പാരാമീറ്റേഴ്സിനെ ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസ് ചെയ്തതിനെ പൂർണ്ണമായും ഞാൻ ന്യായീകരിക്കുകയല്ല, അതൊരു സാമ്പിളായിട്ട് വയ്ക്കുകയാണ്. അത് ഏറെക്കുറെ ശരിയുമാണ്. അതേസമയം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ആൾ K രാധാകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് അദ്ദേഹത്തിന് മുൻ വർഷത്തേക്കാൾ കുറവാണ് മാർക്കെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതാണ്. അതേസമയം ന്യൂ കമേഴ്സായിട്ട് എൻട്രി ചെയ്തിട്ടുള്ള KB ഗണേഷ് കുമാർ, കടന്നപ്പള്ളി എന്നിവർക്കൊക്കെ അത്യാവശ്യം നല്ല മാർക്കുണ്ട്. കാരണം അവർ കൂടുതൽ വിവാദങ്ങളിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വിവാദങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിനെങ്ങനെ പരിഹരിക്കുക, അതിനെങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അപ്പോഴും പറയുന്നു, LDF സർക്കാർ ഭരിക്കുമ്പോൾ പാർട്ടിക്ക്, പ്രത്യേകിച്ചും CPMന് ആ സർക്കാരിൽ നിർണായകമായ ഒരു റോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും മികച്ച ബാലൻസ്ഡ് ആയിട്ടുള്ള ഉദാഹരണമാണ് VS അച്യുതാനന്ദൻ സർക്കാർ. VS അച്യുതാനന്ദൻ സർക്കാർ ഭരിക്കുമ്പോൾ VS മുഖ്യമന്ത്രി ആവുന്നതിന് പാർട്ടി അത്ര അനുകൂലമായിരുന്നില്ല. അത് ഒരുപാട് പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മത്സരിച്ച് മുഖ്യമന്ത്രിയാവുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ VS അച്യുതാനന്ദൻ എടുക്കുന്ന ഒരു തീരുമാനത്തെ ജനാധിപത്യപരമായി കൗണ്ടർ ചെയ്യാനും ചെക്ക് ആൻഡ് ബാലൻസ് ചെയ്യാനും അവിടെ വേറെ മന്ത്രിമാരുണ്ടായിരുന്നു. മറ്റൊന്ന് പാർട്ടി അതിനിശ്ചിതമായി തിരുത്തുമായിരുന്നു ആ സർക്കാരിനെ. അതിൻ്റെ ഫലം ആ സർക്കാരിനുണ്ടായിരുന്നു. ആ സർക്കാരിന് പല വിധത്തിലുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു ആ സർക്കാർ പ്രവർത്തിക്കുമ്പോൾ. പക്ഷേ അതിൻ്റെ ഫലം ആ സർക്കാരിനുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സർക്കാർ സ്വീകരിക്കുന്ന ഏത് നടപടിയെയും പാർട്ടി സെക്രട്ടറി എന്നിരുന്ന് ന്യായീകരിക്കുക. ഈ സർക്കാർ, LDF സർക്കാർ ശരിയേ ചെയ്യൂ. ഒരു തരത്തിലും CPMൻ്റെ പാർട്ടി സെക്രട്ടറിക്ക് ഒരു കാര്യത്തിലും LDF സർക്കാരിനെ തിരുത്താനോ അതിലൊരു വിമർശനം ഉന്നയിക്കാനോ ഇല്ല എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രശ്നമാണല്ലോ. ഇപ്പോൾ ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലിയാണ്. എൻ്റെ ജോലിയിൽ ഞാൻ അപ്രൈസൽ ചെയ്യുമ്പോൾ ഈ സ്ഥാപനത്തിന് എന്നൊന്നും തിരുത്താനില്ല. ഇന്ന കാര്യങ്ങളിൽ മികവ് വരുത്തണമെന്ന് പറയാൻ ഈ സ്ഥാപനത്തിൻ്റെ കഴിവുകളാണത്. ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, അതാണല്ലോ ഒരു കാര്യം. ഇപ്പോൾ പാർട്ടിക്ക് LDF സർക്കാരിനെ പറ്റി പൂർണ്ണ തൃപ്തിയാണെന്ന് വന്നാൽ അങ്ങനെ തൃപ്തി വരാൻ പാടില്ലല്ലോ, അങ്ങനെ തൃപ്തി വരേണ്ടതില്ലല്ലോ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അത് പറയാൻ പോലും, അതായത് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് മുഖ്യമന്ത്രി എന്ന് പറയാൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. ആ പ്രശ്നം എന്ന് പരിഹരിക്കുന്നു, അപ്പോൾ ഇനിയുള്ള LDF സർക്കാരുകൾ ശരിയാവും. ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത വിധം ഗുരുതരമാണെങ്കിൽ പാർട്ടി അതിൻ്റെ ഉള്ളിൽ തന്നെ തിരുത്തേണ്ടി വരും. എന്തായാലും ഈ മോശം ഫീഡ്ബാക്ക് കൊണ്ടാണോന്ന് അറിയില്ല, 3ാം വാർഷികത്തിന് കാര്യമായ ആഘോഷ പരിപാടികളൊന്നുമില്ല. എന്തായാലും ഈ നഷ്ടപ്പെട്ട പ്രതിച്ഛ എങ്ങനെ LDF വീണ്ടെടുക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം.